ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും മഴയൊക്കെ മാറിയിട്ടുണ്ട്, നല്ല അന്തരീക്ഷമൊക്കെ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. ഇനി മഴയൊന്നും ഇപ്പോൾ പെയ്യത്തില്ലെന്നാണ് കാലാവസ്ഥക്കാരൊക്കെ പറയുന്നത്. ആർക്കറിയാം, അവർ ഇന്ന് പറയും പെയ്യത്തില്ലെന്ന് പറയും, നാളെ പെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പക്ഷേ മഴ ഇത്രയും പെയ്തിട്ടും നല്ല ചൂടാണ്. ഓ, പുഴുങ്ങിയെടുത്ത്. അപ്പോൾ ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തിടുന്ന ഒരുപാട് യൂട്യൂബേഴ്സുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ. അപ്പം എനിക്കുണ്ടായൊരു ചെറിയൊരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പം അപ്പോൾ ആ വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ടൂണ് നമ്മൾ എന്തായാലും എടുക്കും, എവിടുന്നേലുമൊക്കെ നമ്മൾ തപ്പി കണ്ടുപിടിച്ചെടുക്കും. എന്നാലല്ലേ ഉള്ളൂ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ ഒരു രസമൊക്കെ, അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മറ്റേ ടൂൺ എടുത്ത കൂട്ടത്തിൽ എനിക്ക് 1-2 പണികളൊക്കെ കിട്ടി. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയ്ക്ക് ടൂൺ എടുക്കുമ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് ടൂൺസ് കിടപ്പുണ്ട്. ഇപ്പോൾ കോപ്പിറൈറ്റ് ഇല്ല എന്നും പറഞ്ഞിട്ട് കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ കുറേ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളത് എടുത്തിട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പം കോപ്പിറൈറ്റ് ഉള്ളതാണെങ്കിൽ അപ്പം തന്നെ നമ്മളത് യൂട്യൂബ് പറയുന്നത് കോപ്പിറൈറ്റ് ഉള്ളതാണെന്ന് പറയും. അപ്പം നമ്മളത് മാറ്റുകയും ചെയ്യും. പക്ഷേ ചില വീഡിയോസിനകത്ത് നമ്മൾ ഇടുന്ന കോപ്പിറൈറ്റ് ഇല്ലാത്ത ടൂണുകൾ പിന്നീടത് കോപ്പിറൈറ്റ് ആവുകയാണ്. വെച്ചാൽ അന്നേരം കാണത്തില്ലായിരിക്കും, ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് കോപ്പിറൈറ്റ് ആകും, അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ആകും, ചിലപ്പോൾ അതും കഴിഞ്ഞിട്ട് ആയിരിക്കും ചിലപ്പം പിന്നീട് അത് കോപ്പിറൈറ്റ്. പക്ഷേ നമ്മളിത് ശ്രദ്ധിക്കത്തില്ല, നമ്മൾ പഴയ ഇട്ട വീഡിയോ നമ്മൾ പിന്നീട് നോക്കത്തില്ല, എന്താണെന്നുള്ളത് നോക്കത്തില്ല, നമുക്കിതിനെക്കുറിച്ച് ചിലപ്പോൾ അറിയത്തുമില്ല. അപ്പം അങ്ങനെ എൻ്റെ വീഡിയോസിന് വ്യൂവേഴ്സ് കുറയും, സബ്സ്ക്രൈബേഴ്സ് കുറയുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതെന്താ കാരണമെന്ന് ചോദിച്ചിട്ടൊന്നും അത്ര പിടുത്തം കിട്ടുന്നില്ല. നമ്മളിത് തപ്പിയിട്ട് നമുക്കിതിനെക്കുറിച്ച് വീഡിയോ ഇടുന്ന അല്ലാതുള്ള ടെക്നിക്കൽ എന്തുവാ ഇതിൻ്റെ അല്ലാതുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അത്ര പിടുത്തമില്ല. നമ്മൾ ഓരോരുത്തരൊക്കെ ചോദിച്ചും പറഞ്ഞൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നീ കോപ്പിറൈറ്റ് വന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ അധികം യൂസ് ചെയ്യാതെ കിടക്കുന്ന യൂട്യൂബുകൾ അവർ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടും വരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സത്യാവസ്ഥ എനിക്കറിയത്തില്ല. അപ്പോൾ എന്നാലും നമ്മളിത് ഞാനപ്പം മൊത്തത്തിൽ പഴയ ഇട്ട വീഡിയോകളൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു 10-25 വീഡിയോസിനകത്ത് കോപ്പിറൈറ്റ് ക്ലെയിം വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വന്നു ചോദിച്ചാൽ, നമ്മൾ അന്നേരം ഇട്ടപ്പോൾ ഇല്ല കോപ്പിറൈറ്റ്. അത് പിന്നീട് ഇവർ ആ വീഡിയോയ്ക്ക് ആ ടൂണിന് പിന്നീട് ഒരു കോപ്പിറൈറ്റ് ആക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഇടുമ്പോൾ നമ്മൾ അന്നേരം ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ മാറ്റുകയും ചെയ്യാം. ഇത് പിന്നീട് വരുമ്പോൾ നമ്മൾ അറിയത്തില്ല, നമ്മളാരും അത് ശ്രദ്ധിക്കാറുമില്ല. പഴയ വീഡിയോസ് എന്തോലും ആരും എടുത്ത് നോക്കത്തുമില്ല, അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് പിന്നീട് നമുക്ക് യൂട്യൂബിൽ നിന്ന് പണി കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പണി ഇപ്പം കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളെന്തായാലും യൂട്യൂബ് ഈ നോ കോപ്പിറൈറ്റ് ടൂണെന്നും പറഞ്ഞ് കിടക്കുന്നതൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അവർ നമ്മളെ പറ്റിക്കുകയും അവർ കാണിക്കുന്നത് വെറും തെണ്ടിത്തരങ്ങളും കൂടാണ് എന്ന് പറയാൻ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളറിയത്തില്ല, നമ്മളറിയാൻ എടുക്കുകയും ചെയ്യും. അവസാനം ഇങ്ങനെ പണിയും കിട്ടും. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർ നോ കോപ്പിറൈറ്റ് മ്യൂസിക് എന്നും പറഞ്ഞ് കിടക്കുന്നത് എന്തായാലും നോക്കിയിട്ടൊക്കെ ഇടാവും. പിന്നെ അതുമല്ല, നമ്മൾ ഇടുന്ന വീഡിയോകൾ പിന്നീട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളൊക്കെ അറിയത്തില്ലല്ലോ, അപ്പം നമ്മുടെ യൂട്യൂബിനെ അത് ബാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ അറിവിലേക്ക് ഇപ്പോൾ ഇങ്ങനെ ഒത്തിരി പേരുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് എന്താണ് വേറെ എന്തെങ്കിലും മാർഗ്ഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരികയും ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ടാണ് നമ്മുടെ യൂട്യൂബിനെ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തെറ്റും ശരികളും ഒക്കെ ഉണ്ടാവാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത വീഡിയോകളുണ്ടാവാം, ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. എന്തായാലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് അറിവിലേക്ക് ഞാൻ പറഞ്ഞതാണ്. മിക്കവാറുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും എനിക്കുണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ ഇതുപോലെ ടൂണുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണികൾ കിട്ടും എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യുക, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരിക. അപ്പോൾ ഓക്കെ, പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.